പുഴയിലേക്ക് വടം കെട്ടി ഡൈവ് ചെയ്ത് ആ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നു. ആദ്യത്തെ തവണ മൺകൂനയിൽ നിന്ന് തന്നെയാണ് ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഡൈവ് ചെയ്തത്. പക്ഷെ പിന്നീട് 2 തവണ ബോട്ട് ആങ്കർ ചെയ്ത് നിർത്തി, അതായത് അവിടെ ബോട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തിയ ശേഷം അതിൽ നിന്നാണ് ഡൈവ് ചെയ്തത്. 3-ാം തവണയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. 3-ാം തവണ ഇദ്ദേഹത്തിന്റെ അരയിൽ കെട്ടിയിരുന്ന വടം അഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 50 മീറ്ററോളം ദൂരത്തിലേക്ക് അദ്ദേഹം ഒലിച്ചുപോയി. പക്ഷേ ദൗത്യസംഘം ഉണ്ടായിരുന്നു, കൂടെ നാവികസേന ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിന്റെ ഒപ്പം ടീമിലുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഇടപെട്ടു. അവിടേക്ക് അദ്ദേഹം വീണ്ടും തിരികെ ഈ കുത്തൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് തിരികെ മടങ്ങി വരികയും ചെയ്തു. ബോട്ടിലേക്ക് തിരികെ മടങ്ങി വന്നു. അതിനുശേഷമാണ് ഈ കരയിലിരുന്നത് നിയന്ത്രിക്കുന്ന നാവികസേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്. അവരുമായി ചോക്കി മുഖാന്തരം ഈ കാര്യങ്ങൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതായത് അതിശക്തമായ കുത്തൊഴുക്കാണ്, ആ കുത്തൊഴുക്ക് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ വിസിബിലിറ്റി ഒരു പ്രശ്നമായിട്ടുണ്ട്. കാരണം കടുത്ത ചെളിവെള്ളമാണ്, നിറഞ്ഞൊഴുകുന്ന പുഴയാണ്, കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയാണ്. അതുകൊണ്ട് വിസിബിലിറ്റി വലിയ പ്രശ്നമുണ്ട്. അതിനൊപ്പം ഈ ടാങ്കറിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല. ടാങ്കറിന്റെ ആ ഭാഗം പൂർണ്ണമായും മണ്ണും ചെളിയും കല്ലും ഒക്കെ മൂടിക്കിടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും അതൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും ചെളിയിലും മണ്ണിലും പുറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഈ ട്രക്കിന്റെ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. തെർമൽ സ്കാൻ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഒരിക്കലും ഒരു ഘട്ടത്തിലും കൃത്യമായി മനുഷ്യ സാന്നിധ്യം ഈ ട്രക്കിനുള്ളിലോ പുഴയിലുള്ളിലോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുൻ ഇതിനുള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പിപ്പോഴും പറയാൻ കഴിയില്ല. പക്ഷെ ആദ്യം ഈ ട്രക്കിന്റെ ക്യാബിനുള്ളിലേക്ക് എത്തണം, ക്യാബിനടുത്തേക്ക് എത്തണം. അവിടെ ഇത് ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ആ പുതഞ്ഞു കിടക്കുന്ന ചെളി എത്രത്തോളം ആഴത്തിലുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തതയില്ല. ഇനി അതല്ല, മറ്റു ചില പദ്ധതികളെ കുറിച്ച് കൂടി ആലോചിക്കുന്നുണ്ട്. അത് കരയിൽ ഒരു വലിയ കൂറ്റൻ ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിനിൽ നിന്ന് ലോഹച്ചങ്ങല ഉപയോഗിച്ച് ഈ നിലവിലിവിടെയുള്ള ട്രക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഘടിപ്പിച്ച് അതിനെ വലിച്ചുയർത്തിയെടുക്കാൻ കഴിയുമോ തുടങ്ങിയ ചില ചോദ്യങ്ങളുണ്ട്. അത് എത്രത്തോളം മണ്ണിനുള്ളിൽ ഇത് പെട്ടുപോയിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഇത് സംബന്ധിച്ചൊരു ഒരു അങ്ങനെ വലിച്ചെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക. അത് അറിയണമെങ്കിൽ കുറെ കൂടി അതിനടുത്തേക്ക് എത്തി പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനടുത്തേക്ക് ഇതുവരെ എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു ട്രയൽ റൺ എന്ന നിലയ്ക്കാണ്, ഒരു ട്രയൽ റൈഡിങ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടത്തിയിരിക്കുന്നത്. 3 തവണ നടത്തിയത്. അതേലും ഇപ്പോൾ വീണ്ടും ഡൈവിംഗ് ആരംഭിച്ചിരിക്കുന്നു. ട്രയൽ ഡൈവിംഗ് തന്നെയാണ്. അത് എത്രത്തോളം ആഴത്തിലേക്ക് ഇതുണ്ട് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതിനായി വലിയ മുളങ്കമ്പുകൾ ഈ തുരുത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ മുളങ്കമ്പുകൾ അവിടെ എത്തിക്കുന്നത് നമുക്കറിയാം, ഈ കെട്ടുവള്ളങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ നീളം കൂടിയ പുഴയുടെ ആഴങ്ങളിലേക്ക് കുത്തി തുഴഞ്ഞു പോകാൻ കഴിയുന്ന അത്ര വലിയ മുളങ്കമ്പുകളാണ് എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ബോട്ട് നങ്കൂരമിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബോട്ടിൽ നിന്നുകൊണ്ട് ഈ മണ്ണിലേക്ക് കുത്തി നോക്കാൻ അത്തരം ആവശ്യങ്ങൾക്കായിരിക്കാം എന്തായാലും മുളങ്കമ്പ് എത്തിച്ചിരിക്കുന്നത്. അത് ഈ മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മുളങ്കമ്പുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് എല്ലാ സഹായ സഹകരണങ്ങളുമായി ജില്ലാ ഭരണകൂടം മുഴുവൻ കരയ്ക്കുണ്ട്. അവരുടെ നിർദ്ദേശം അനുസരിച്ചും അല്ലെങ്കിൽ നേവിയുടെ കൂടെ ഗൈഡൻസ് അനുസരിച്ചു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നേവിയുടെ ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഓരോ നിഗമനങ്ങളും അവരുമായി സംസാരിച്ച് ധാരണയിലെത്തിയതിനു ശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഓരോ തവണ മുങ്ങി എത്തുമ്പോഴും വാക്കി ടോക്കി മുഖേന കരയിലുള്ള നാവികസേനയുടെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. എന്തായാലും നിലവിൽ അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് അല്പസമയത്തുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനുവേണ്ടിയുള്ള അടുത്ത ഘട്ട ഡൈവിംഗിലേക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഉടൻ തന്നെ അവരുടെ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഇവർ തിരികെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നേവി ഉദ്യോഗസ്ഥരുമായി കുറെ കൂടി ഡീപ്പായ ഒരു ചർച്ച ഉണ്ടാവും. അതിനൊപ്പം തന്നെയാണ് ഈ മുളങ്കമ്പ് കൊണ്ട് കുത്തി അവിടുത്തെ ആഴമൊക്കെ പരിശോധിച്ച് മാത്രം അതിനൊപ്പം ഈ മണ്ണിനകത്ത് കുത്തി നോക്കി അത്തരമൊക്കെ പരിശോധനകളാണ് നടക്കുന്നത്.